എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്. ഇതിൽ പറയുന്ന ഒരു കാര്യം വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ സംഭവിച്ചത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ ഷീ ഈസ് presently she is our student. സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോട് കൂടെ അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്. മതപരമായ ഒരു അവകാശം, മൗലികമായ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെയാണ് ലംഘിക്കുന്നത് എന്നതാണ് പറയുന്നത്. അപ്പം മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശമില്ല, റൂളില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പൊ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇതില് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത് കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഇസ്. നിലവില് ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല. സൂൺ ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് DDA ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട്. നമ്മൾ അവർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം DDA ഓഫീസിൽ 11 മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ. എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്. എല്ലാവരും ഈക്വൽ ആണ്. അവർ ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചോട്ടെ. ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്. ഇത് ഈക്വൽ ആയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജാബിന്റെ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ഹിജാബ് വിവാദത്തിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം കറക്റ്റ് 11 മണി ആയപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് AEO ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള